ഇന്ന് മോഡലിംഗ് ആയാലും ആക്ട്രസ് ആയാലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് നിൽക്കുന്ന നേഹയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ചിലർ പറയും ഇങ്ങനെയൊക്കെ ഫോട്ടോഷൂട്ട് ഇട്ടാൽ നിങ്ങൾക്ക് അവസരം തരില്ല, അതെ, ഇങ്ങനെ എക്സ്പോസ് ചെയ്താൽ അതുപോലെയുള്ള ക്യാരക്ടർ കിട്ടും എന്നൊക്കെ പറയും. നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഫോട്ടോസ് ഇടുന്നത് മറ്റുള്ളവരെ കാണാനാണ്. ഒബ്വിയസ്ലി ഞാൻ എടുത്തത് മറ്റുള്ളവരെ കാണാനാണ്. ആമ ഇടുന്നത് ഒരുപക്ഷെ കാണിക്കാനായിരിക്കും, കാണിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പൊ എന്റെ മനസ്സുകൊണ്ട് ഒരിക്കലും എന്റെ ശരീരം മറ്റുള്ളവൻ കാണണം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല. ഇപ്പൊ മുൻനിരയിൽ നിൽക്കുന്ന നായികമാരാണെങ്കിൽ പോലും ഇത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അഭിനേത്രിയായിട്ട് പോലും കണക്കാക്കാൻ പറ്റില്ല. ന്യൂഡ് ഫോട്ടോഷൂട്ടിനും ചേച്ചി തയ്യാറാണ്? എന്നെ കൊണ്ട് ഇതിൽ പറയിപ്പിച്ച് അത് വിവാദം ഉണ്ടാക്കി, അത് തമ്പനയിൽ ഉണ്ടാക്കി, നിങ്ങൾ റീച്ച് കൂട്ടാൻ, TRP കൂട്ടാനുള്ള പരിപാടിയാണ്. ഇപ്പൊ നമ്മളിത് ക്ലീവേജ് കണ്ടു എന്ന് വെച്ചോ, അല്ലെങ്കിൽ ഷോർട്സ് ഇട്ടൊന്നും കണ്ടു വെച്ചോ, അവർക്ക് വികാരമൊന്നും വരില്ല. പിള്ളേരൊക്കെ അപ്ഡേറ്റഡാ, പക്ഷെ അതിപ്പോഴും വസന്തങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ആർക്കായാലും കണ്ട ഒരു ക്രഷ് തോന്നും. ഈ കാണാൻ ഭംഗിയുണ്ട് എന്നുള്ളതുണ്ടല്ലോ എന്റെ കോളേജിൽ പഠിച്ച പോലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ വൈറലാവാൻ വേണ്ടി എന്നും ചെയ്യാമെന്നാണോ? അങ്ങനെയല്ല, വൈറലാകാൻ വേണ്ടി എന്നും ചെയ്യാമെന്നല്ല. പിന്നെ അത് കുറച്ചുകൂടെ ചോയ്സ്. ഇപ്പൊ നിങ്ങൾക്ക് വൈറലാവാൻ എന്തെങ്കിലും ചെയ്യണം, എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ആളുകൾക്ക് കാണാൻ താല്പര്യം മറ്റൊരാളുടെ നഗ്നതയാണ്. എന്റെ കാഴ്ചപ്പാടിൽ മാന്യത കുറച്ച് അത്യാവശ്യം സെക്സി ആയിട്ടൊക്കെ ഡ്രസ്സ് ചെയ്യുന്നതാണ് മാന്യത. ഒരു മനുഷ്യനെ അട്രാക്റ്റീവ് ആക്കുന്നത് അവന്റെ സെക്സ് അപ്പീലാണ്. എനിക്ക് പറഞ്ഞത് നമ്മൾ ഒരു പറയുന്നത് കേൾക്കാൻ പാടില്ല. എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് നമ്മുടെ തീരുമാനങ്ങളുണ്ട്. എൻ്റെ അടുത്ത് പണ്ടൊരിക്കലും ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ട്, സ്ത്രീകൾക്ക് നല്ലത് എപ്പോഴും കല്യാണം കഴിച്ച ഒരാളുടെ ജീവിക്കുന്നതാണെന്ന്. എൻ്റെ ശരീരത്തിൽ എന്ത് കാണണം കാണണ്ടെന്ന് ഞാനല്ല തീരുമാനിക്കും. ഒരു സ്ത്രീയായിരിക്കും നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടില്ല. ഇനി ഇതും പറഞ്ഞ് വിവാദം സൃഷ്ടിക്കാനാണ് പ്ലാനെങ്കിൽ ഞാനിതിന് നിന്ന് തരാനില്ല. എല്ലാവർക്കും നമസ്കാരം. ഫൺ വിത്ത് സ്റ്റാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. മോഡലിംഗ് രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ബിഗ് സ്ക്രീൻ എന്നൊരു സ്വപ്നം കൈവരിക്കുകയും ചെയ്ത, ഇന്ന് മോഡലിംഗ് ആയാലും ആക്ട്രസ് ആയാലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് നിൽക്കുന്ന നേഹയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മോഡലിംഗ് രംഗത്ത് നിന്ന് വന്നു, ബിഗ് സ്ക്രീൻ എന്നൊരു സ്വപ്നം കൈവരിച്ചു അല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? ബിഗ് സ്ക്രീൻ എന്നുള്ള സ്വപ്നം കൈവരിച്ചിട്ടില്ല, കൈവരിച്ചോണ്ടിരിക്കുന്നു. ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയ ക്യാമിയോ റോൾസ് ആണെങ്കിലും ഗസ്റ്റ് റോൾസ് ആണെങ്കിലും ക്യാരക്ടർ റോൾസ് ആണെങ്കിലും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മോഡലിംഗ് രംഗത്തേക്ക് വന്നത്? ആദ്യം ഇതല്ലായിരുന്നു ജോലി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ മോഡലിംഗ് രംഗത്തേക്ക് വന്നത്? മോഡലിംഗ് രംഗത്തേക്ക് വന്നത് ഒരു വലിയ കഥയാണ്. അത് ബേസിക്കലി ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. ഞാൻ MBA HR കഴിഞ്ഞിട്ട് HR ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഒരു കമ്പനിയിൽ, ബാംഗ്ലൂരിലായിരുന്നു. അപ്പൊ ഞാൻ ജോലിക്ക് വേണ്ടി അത് കാത്തിരുന്നു. ബിക്കോസ് നമ്മുടെ നാട്ടില് ആ ഒരു വളർന്ന സാഹചര്യങ്ങൾ നമ്മളെ ഇതിന് അനുവദിക്കാത്തത് കൊണ്ട് ഒരു ജോലി കിട്ടിയിട്ട് ജോലി കളയാം എന്നാണ് വിചാരിച്ചത്. അപ്പൊ ജോലി കിട്ടി 2 വർഷം ജോലി ചെയ്തു, കുറച്ച് സേവിങ്സ് ഉണ്ടാക്കി, ആ ജോലി എടുത്ത് കളഞ്ഞു. നിസ്സാരം, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് മോഡലിംഗിലേക്ക് വരുന്നത്. ഇക്കാലത്ത് ഒരുപാട് പേര് മോഡലിംഗിലേക്ക് വരാൻ, ആ മോഡലിംഗ് നിൽക്കുന്നവര് തന്നെ സിനിമയിലേക്ക് കയറാൻ ചാൻസ് തേടി നടക്കുന്നവർ ഒരുപാടുണ്ട്. അപ്പൊ നേഹ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം മോഡലിംഗിൽ നിന്നും സിനിമയിലേക്ക് എത്താനുള്ള ദൂരം ഭയങ്കര കുറവാണ്. മീൻസ് ഏകദേശം എത്തിക്കഴിഞ്ഞു അതിലേക്ക്. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് എന്താ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം? മോഡൽസിനോ പുതിയതായിട്ട്? അതെ. എനിക്ക് കൊടുക്കാനുള്ളത്, ആരും പറയുന്നത് കേൾക്കാൻ നിൽക്കരുത്. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമൂഹം ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഫോട്ടോ എടുക്കരുത്, ഇതുപോലെ ഫോട്ടോ എടുക്കരുത് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവരവർ പറയുന്ന അവരവരുടെ ആ ഒരു ചിന്താഗതികളാണ്. നമ്മൾ ആരും പറയുന്നതിനും ഒരു മൈൻഡ് ചെയ്യരുത്, സ്വന്തം ഇഷ്ടം മാത്രം ചെയ്യുക. ചിലർ പറയും ഇങ്ങനെയൊക്കെ ഫോട്ടോഷൂട്ട് ഇട്ടാൽ നിങ്ങൾക്ക് അവസരം തരില്ല, ഇങ്ങനെ എക്സ്പോസ് ചെയ്താൽ അതുപോലെയുള്ള ക്യാരക്ടർ കിട്ടും എന്നൊക്കെ പറയും. ഒരുപക്ഷെ ഒരു 10 വർഷം മുന്നേ ഒക്കെ സത്യമായിരുന്നിരിക്കും, അറിയില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ക്യാരക്ടറിനും വ്യക്തിത്വത്തിനുമാണ് എല്ലായിടത്തും സ്ഥാനം. പക്ഷെ പലരും ഇന്ന് ചാൻസിന് വേണ്ടിയിട്ട് പല രീതിക്കുള്ള ഫോട്ടോഷൂട്ടുകൾ ചെയ്യുന്നുണ്ട്. മീൻസ് വൾഗർ ആയാലും കുറച്ച് എക്സ്പോസ് ചെയ്തിട്ടായാലും ഫോട്ടോഷൂട്ടുകൾ ചെയ്ത് അത് ചാൻസിന് വേണ്ടി, ഇത് കണ്ടാൽ ചാൻസ് കിട്ടുമെന്ന രീതിക്ക് ഫോട്ടോഷൂട്ടുകൾ ചെയ്യുന്നത്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലേ ഉള്ളൂ, നമുക്കറിയില്ലല്ലോ അവരെന്തിനാ ചെയ്തെന്നുള്ളത്. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ. ഇതെല്ലാം ഫാഷൻ സെൻസ് അല്ലേ. നമ്മളൊരു ഡ്രസ്സ് ഇടുന്നത് ഒരു ഭാഗവും എക്സ്പോസ് ചെയ്യാനല്ല. എങ്ങനെ ഒരു ഭംഗി. ഈ ഡ്രസ്സ് എന്ന് വെച്ചാൽ എന്താണ്? മോഡലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഡ്രസ്സ് ക്യാരി ചെയ്യുന്ന രീതി മോഡലിംഗ്. അപ്പൊ അതിൽ ഏത് ഡ്രസ്സാണെങ്കിലും ബിക്കിനി ആണെങ്കിലും എന്താ, അത് ക്യാരി ചെയ്യുന്ന രീതിക്കല്ലേ അതിന്റെ കാര്യം. അപ്പൊ ചേച്ചി ശരിക്കും എന്തിനാണ് ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്നത്? ഞാൻ എന്തിനാണെന്ന് എനിക്ക് വേറെ പണിയില്ലാത്തോണ്ട്.
എനിക്ക് എല്ലാ പണിയും ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഫോട്ടോഷൂട്ട് ഒരു പണിയായിട്ട് കൂട്ടുന്നു. അപ്പം എക്സ്പോസ് ചെയ്തിട്ടായാലും നമ്മുടെ ശരീരഭാഗം കാണിച്ചിട്ടായാലും നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അതിന് ഒരുപാട് കമന്റ്സുകളായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സദാചാരത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ച ഒരാളാണ് ചേച്ചി. സദാചാരക്കാർ ഒരുപാട് പേര് വന്ന് കമന്റ് ഇടുന്നുണ്ട്, ഇവൾക്ക് വേറെ പണിയില്ലേ, അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി നടക്കും, ജീവിച്ച് കാണിക്കുന്നു, അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്നൊരു ഡയലോഗ് വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കാണിച്ചോ കാണിക്കാതെ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചോട്ടെ, വെറുതെ വിടൂ എന്ന് പറയാനുള്ളത്. പിന്നെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഇതുവരെ ഞാൻ ഒരു ഷൂട്ടും ചെയ്തിട്ടില്ല. നമ്മളൊരു ഡ്രസ്സ് ഇടുന്നു, ആ ഡ്രസ്സ് അങ്ങനെയാണ്. ചിലപ്പോൾ കൈയുടെ ഇവിടെ കാണാം, ചിലപ്പോൾ ക്ലീവേജ് കാണാം, ചിലപ്പോൾ കാല് കാണാം. അതൊക്കെ ഡ്രസ്സിന്റെ പാറ്റേൺ ആണ്. അപ്പൊ എന്റെ മനസ്സുകൊണ്ട് ഒരിക്കലും എന്റെ ശരീരം മറ്റുള്ളവൻ കാണണം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല. ഇനിയിപ്പൊ അങ്ങനെ വിചാരിച്ചാലും അത് എന്റെ ശരീരമല്ലേ, അതിൽ എന്ത് കാണിക്കണം കാണിക്കരുതെന്ന് ഞാൻ തീരുമാനിക്കാം. അത് അവരവരല്ലേ തീരുമാനിക്കാം. ഈ കാണിക്കാനല്ല എന്ന് പറഞ്ഞില്ലേ, കാണിക്കാനല്ല എങ്കിൽ പിന്നെ എന്തിനും ഇങ്ങനത്തെ ഫോട്ടോസ് ഇടണം? നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഫോട്ടോസ് ഇടുന്നത് മറ്റുള്ളവർ കാണാനാണ്. ഒബ്വിയസ്ലി ഞാൻ എടുത്തത് മറ്റുള്ളവർ കാണാനാണ്. അപ്പോ ചേച്ചി ഇപ്പൊ പറഞ്ഞു കാണിക്കാനല്ല. നിങ്ങൾ ഇടുന്നത് ആമി ഇടുന്നത് ഒരുപക്ഷെ കാണിക്കാനായിരിക്കും, കാണിക്കാൻ വേണ്ടിയായിരിക്കും. ആ സ്ലീവ്ലെസ് കണ്ടെങ്കിൽ ആർക്കെങ്കിലും ആമിയോട് ഒരു പ്രണയം തോന്നണം എന്ന് വെച്ചിട്ടായിരിക്കും. എന്നെ സംബന്ധിച്ചുള്ളത് ഈ അങ്ങനല്ല. പിന്നെ കാണിക്കാനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുക്കും. അതെ കാണിക്കാനാണ്, എനിക്കൊരു 1 million ഫോളോവർ കയറണം. എന്തേ പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നമില്ല. എനിക്ക് ഫോളോവർ കയറിയാൽ എനിക്ക് കൊള്ളാം, ഞാൻ തന്നെ ചെയ്ത് വൈറലായി എനിക്ക് കൊള്ളാം. അതെ, അത്രേ ഉള്ളൂ. അല്ല ചേച്ചി ഫോളോവർ കയറാൻ വേണ്ടി തന്നെയാണ് ഇപ്പൊ കൺഫേം. അത് തന്നെ. ഓക്കെ, അങ്ങനെ നിങ്ങൾ എടുത്തോളൂ. അങ്ങനെ വിചാരിക്കുന്നവർ അങ്ങനെ വിചാരിച്ചോട്ടെ. സത്യത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങി അതിനുവേണ്ടിയല്ല, പ്രൊഫഷന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. പക്ഷെ ആളുകൾ ഇങ്ങനെ ഇത്ര ഇതാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ അങ്ങനെ ആയിക്കോ. നമ്മള് പോയ വഴി പോകുന്ന വഴി അടിച്ചു തളിക്കുന്നൊക്കെ പറയണ പോലെ. ഇതുപോലെ ഒരുപാട് കമന്റ്സ് വന്ന് കാണത്തില്ലേ? ഒരുപാട് കമന്റ്സ് കണ്ട ആളാണ്, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. അപ്പൊ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയൊരു കമന്റ് എന്തായിരിക്കും ഇതില്? അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ കമന്റ്സും ആ കാറ്റഗറി വരുന്നു തന്നെയാണ്. കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെ കമന്റുകൾ വായിച്ചു നോക്കിയാൽ തിരിക്കാറില്ല, അതിന് മറുപടി കൊടുക്കാറില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ലോകത്തില് ഓരോരുത്തരെയും കാണുന്ന അവരവരുടെ കണ്ണിൽ കൂടാണ്. ഞാൻ കാണുന്ന കണ്ണിലൂടെയല്ല നിങ്ങൾ കാണുന്ന കണ്ണ്. ഓരോരുത്തർക്ക് ലോകം തന്നെ ഡിഫറെന്റാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് അവർ ചിന്തിക്കുന്നു, അവർ കമന്റ് ഇടുന്നു. അപ്പൊ ഞാനിപ്പോ തിരിച്ചു കൊടുത്താൽ അവര് തിരിച്ചൊന്ന് പറയും, ഞാനും ഒന്ന് പറയും, അവരും ഒന്ന് പറയും. അങ്ങനെ പറഞ്ഞ് എന്റെ സമയം പോവും, അവരുടെ സമയം പോവും. കമന്റിനൊന്നും മൈൻഡ് ചെയ്യാത്ത ആളാണ്. കമന്റിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യം. പിന്നെ ചില സമയങ്ങളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതായത് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് റിപ്ലൈ ചെയ്യണം. അത് നെഗറ്റീവ് ആയതുകൊണ്ടല്ല, മേ ബി അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം. അങ്ങനെ ചിലതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ചേച്ചിയുടെ ഒരു ഇതിൽ ഞാൻ വായിച്ചൊരു കാര്യമാണ്, പലരും ഏറ്റെടുക്കാത്ത പരസ്യങ്ങൾ, ആഡ് ഷൂട്ട് ആയാലും, അതായത് ഇപ്പൊ ബിക്കിനി ഷൂട്ട് അല്ലെങ്കിൽ ലിപ് ലോക്കിന്റെ ഷൂട്ട്, കോണ്ടത്തിന്റെ ഷൂട്ട്, അതുപോലെ പലരും ഏറ്റെടുക്കാത്ത സദാചാരം നിറയുന്ന ഒരു ഷൂട്ട് ചേച്ചി വലിയ കാര്യമായിട്ട് അത് ഏറ്റെടുത്ത് ചെയ്യും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? അത് ഇതല്ല നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലേ. നമ്മളിപ്പോ ഇടുന്നു, ഭക്ഷണം കഴിക്കുന്നു, എല്ലാ മനുഷ്യരും ബേസിക്കലി ചെയ്യുന്ന ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ എന്താണെങ്കിലും എന്താ പരസ്യമല്ലേ. അതെ, ഇപ്പൊ കോണ്ടത്തിന്റെ ആഡ് ചെയ്തിട്ടില്ല, എന്ന കോള് വന്ന് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ കിട്ടാൻ ഞാൻ ഡെഫിനറ്റ്ലി അതും ചെയ്യും. കാരണം എനിക്ക് അങ്ങനെ ഇന്നതെന്നില്ല. പിന്നെ എന്റെ കാഴ്ചപ്പാട് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരെന്ത് സംഭവം ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരായിരിക്കണം. അത് ഇന്ന ഡ്രസ്സ് ഇടുള്ളൂ, ഇന്നതുപോലെ അഭിനയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ആർട്ടിസ്റ്റ് എന്ന് വിളിക്കില്ല. ഇപ്പൊ മുൻനിരയിൽ നിൽക്കുന്ന നായികമാരാണെങ്കിൽ പോലും ഇത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അഭിനേത്രിയായിട്ട് പോലും കണക്കാക്കാൻ പറ്റില്ല. നമ്മുടെ ബിക്കിനി ഷൂട്ട്സ് ആണെങ്കിലും സിം ഷൂട്ട്സ് ആണെങ്കിലും ഇതെല്ലാം തന്നെ ഒരു മോഡൽ ഇട്ടിരിക്കണം എന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. സോ എന്നെ എന്റെ സാർ അങ്ങനെയാ പഠിപ്പിച്ചത്. ഒരു മോഡൽ എക്സ്പോസ് ആവണം എന്നാണോ? മോഡൽ എന്ന് വെച്ചാൽ അതല്ലേ, വസ്ത്രം കാണിക്കുക എന്നുള്ളതല്ലേ. ഇപ്പൊ ബിക്കിനി ഒരു ഡ്രസ്സല്ലേ, അത് ശരീരം കാണിക്കാനല്ലല്ലോ ബിക്കിനി ഇടുന്നത്, ബിക്കിനി കാണിക്കാനല്ലേ ബിക്കിനി ഇടുന്നത്. അതിലൂടെ എക്സ്പോസ് ആവുന്ന നമ്മുടെ ശരീരമാണല്ലോ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ശരീരം, മനുഷ്യന്റെ ശരീരം പിന്നെ കാണാതിരിക്കില്ലല്ലോ. നമ്മളിടുന്ന ഡ്രസ്സൊക്കെ തന്നെയല്ലേ പരസ്യത്തിൽ നമ്മൾ. അതെ. ഈ ചേച്ചി പറഞ്ഞ പോലെ ബിക്കിനി ഷൂട്ട് ആയാലും, ഇപ്പോ കോണ്ടത്തിന്റെ ഷൂട്ട് ആയാലും, ലിപ് ലോക്ക് സീൻ ആയാലും ചേച്ചി ഒരു മടിയില്ലാതെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഷൂട്ടുകൾ ചെയ്യുമ്പോൾ ആൾക്കാർ പറയുന്നത് ഇവള് മറ്റേതാണ്, ഇല്ലെങ്കിൽ ഇവളെ കൊണ്ട് ഇതേ പറ്റത്തുള്ളൂ എന്നൊരു തരത്തിലുള്ള ഡയലോഗുകൾ വരുന്നുണ്ട്. അതിനെതിരെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? മനുഷ്യർക്ക് എന്തൊക്കെയാ പറയാൻ പാടില്ല. അവരുടെ നാക്ക് ശരിയല്ലാതെ അവരുടെ പ്രശ്നമല്ലേ. നമുക്കിപ്പോ അവരുടെ വീട്ടിൽ പോയി അവരെ നന്നാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ ആളുകൾ 2 തരമുണ്ട്. അതായത് ചില ആളുകൾ ഈ പറയുന്നത് ആത്മാർത്ഥമായിട്ടായിരിക്കും.
കാരണം അവരെ വിശ്വസിക്കുന്നു, അവരുടെ കണ്ണിലൂടെ കാണുന്ന ലോകം എന്താണ്, ഇതൊക്കെ തെറ്റാണ് എന്ന് കാണുന്ന ഒരു ലോകമാണ്. അപ്പൊ അവരത് പറയുന്നു. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആളുകൾ എന്ന് പറയുന്നത് വെറുതെ ഒന്ന് കുത്തിയേക്കാം, ഒന്ന് ചൊറിഞ്ഞേക്കാം, ഒരു കമന്റ് ഇട്ടൊന്ന് ഇതാക്കിയേക്കാം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അവർ നമ്മളെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചേച്ചി നേരത്തെ പറഞ്ഞു ഇത്തരത്തിലുള്ള ഷൂട്ടുകൾ ചേച്ചി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോ ന്യൂഡ് ഫോട്ടോ ഷൂട്ടിനും ചേച്ചി തയ്യാറാണോ? അല്ല, ഞാൻ കംഫർട്ടബിൾ അല്ല. ഇത്തരത്തിൽ നമുക്കിപ്പോ ബിക്കിനി ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്, സ്വിംസ്യൂട്ട് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് ന്യൂഡിന് മാത്രം? എനിക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ട്. എന്റെ ശരീരത്തിൽ എന്ത് കാണണ്ടെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്. സൗകര്യം ഇല്ലാത്തതുകൊണ്ട്. നിർബന്ധമുണ്ടോ ന്യൂഡ് ഫോട്ടോ ചെയ്യിപ്പിക്കണമെന്ന്? ഇല്ല, സൗകര്യം ഇല്ലാത്തതുകൊണ്ട്. ആരും തെരഞ്ഞെടുക്കാത്ത ഷൂട്ടുകൾ ചേച്ചി തെരഞ്ഞെടുത്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അതൊരു ഡിഫറെന്റ് മേഖലയാണ്. പോൺ അടുത്തൊരു ഡിഫറെന്റ് മേഖലയാണ്. ഞാൻ ആ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സദാചാരത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ച ഒരാളാണ് ചേച്ചി. നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് സദാചാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഇപ്പം നമ്മളിപ്പോ കുറച്ച് എക്സ്പോസ് ചെയ്ത് ഡ്രസ്സ് ചെയ്താൽ മാത്രമല്ല, ഒരാണും പെണ്ണും ഒരുമിച്ച് നിന്നാ വരെ സദാചാരക്കാരായിരിക്കും കൂടുതൽ ഡയലോഗുകൾ അടിക്കുന്നത്. അപ്പോ അതിനെതിരെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ആണും പെണ്ണും ഒരുമിച്ച് നിൽക്കുന്നത് ഇന്ന് തുടങ്ങിയതൊന്നും അല്ല. ഒരുപാട് കാലാകാലങ്ങളെ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം തന്നെയായിരുന്നു. അതെന്താന്ന് അറിയാൻ പാടില്ല, അതങ്ങനെയാണ്. പക്ഷെ ഈ പറയുന്ന പോലെ ഓരോരുത്തരുടെ സാഹചര്യങ്ങളായിരിക്കും. അവര് കണ്ട ലോകമല്ലല്ലോ നമ്മൾ കാണുന്ന ലോകം, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇപ്പം നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോഴും സദാചാരക്കാരാണല്ലോ കൂടുതൽ കമന്റ് ഇടാനും വരുന്നത്. ഞാൻ ഇതിൽ പറയാനുള്ള, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞ രണ്ട് തരത്തിലുള്ളവരാണ്. ഈ മനഃപൂർവ്വം ചൊറിയാൻ വേണ്ടി കമന്റ് ഇടുക, ഓരോന്ന് വിളിച്ച് പറയുക എന്നൊക്കെ പറയുന്ന ലൈഫൊക്കെ ഒന്നെടുത്ത് പഠിക്കണം. അവരൊരു പക്ഷെ ഇതിനേക്കാളും മോശം സാഹചര്യങ്ങൾ കടന്നുപോയി ഇതിനേക്കാളും മോശം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നവരായിരിക്കും. ഒരാൾ പരദൂഷണം പറയുമ്പോൾ അവരുടെ ക്വാളിറ്റി കൂടി നമ്മൾ നോക്കണം. അവർ ക്വാളിറ്റി ഉള്ളവരാണോ, അവരുടെ വ്യക്തി ജീവിതം എങ്ങനെയായിരുന്നു എന്നാൽ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളവരൊന്നും മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ പറഞ്ഞു നടക്കില്ല. അത് അവരുടെ ക്വാളിറ്റിയാണ്, അല്ലേ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ചേച്ചിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട ഒരു പോസ്റ്റാണ് ഞാൻ. പണ്ടത്തെ ഒരു രൂപത്തിൽ നിന്നും ഇങ്ങനെ ആവാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊരു പോസ്റ്റും വിത്തൊരു കുറിപ്പായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ചേഞ്ച് എങ്ങനെയാ? ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ്. അതെ, ലൈറ്റ് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പോസ്റ്റ്. പിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ആ പോസ്റ്റ് അതൊക്കെ വലിയ സ്റ്റോറിയാണ്. ചെറുതാക്കി പറഞ്ഞാൽ മതി. അത് ആ ഫോട്ടോ എടുത്തത് ഞാൻ കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്ന ഫോട്ടോയാണ്. അപ്പം എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ വളർന്ന് വലുതാകുമ്പോൾ, ഞാൻ തുറന്നു പറഞ്ഞോട്ടെ, നമ്മൾ വളർന്ന് വലുതാകുമ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവരും നമ്മുടെ വീട്ടുകാർ വരില്ല, നമ്മുടെ കൂടെ പഠിച്ചവരും അല്ലെങ്കിൽ നമ്മളെ അത്രയ്ക്ക് അടുത്തറിയുന്ന കുറച്ച് ആളുകളും ഒക്കെ അവർ തന്നെ നമ്മളെ ട്രോളാൻ വരും. അവർ തന്നെ ഈ പഴയ ഫോട്ടോസ് ഒക്കെ എടുത്തിടും. അപ്പൊ അതിലും നല്ലത് ഞാൻ തന്നെ ഫോട്ടോ എടുത്ത് ഞാൻ തന്നെ എനിക്ക് ട്രോൾ ഉണ്ടാക്കി ഇടുന്നല്ലേ നല്ലത്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടതാ. അത് നല്ലൊരു അടിക്കുറിപ്പും എഴുതിയിട്ടിട്ടുണ്ട്. അല്ല, പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും ഞാൻ എഴുതിയ കാര്യം സത്യം തന്നെയാണ്. കാരണം ഞാൻ പഠിച്ചതെല്ലാം കേരളത്തിൽ തന്നെയാണ്. അപ്പൊ ഞാൻ പഠിച്ചിരുമ്പോൾ തൊട്ടേ ഒരുപാട് മാറി ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. എൻ്റെ +2 സമയത്തൊക്കെ തന്നെ ഞാൻ വ്യത്യസ്തമായി ചിന്തിക്കുന്നതായിരുന്നു. ഭയങ്കര സദാചാരത്തിൽ ഞാൻ ഫോളോ ചെയ്തിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളായിരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സദാചാരമായിട്ടും സദാചാര പരദൂഷണ കമ്മിറ്റിയുമായിട്ടൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ആരും ഇപ്പൊ കുറച്ച് റിബെല്ലായിട്ടുള്ളൊരു നേച്ചർ എനിക്കുണ്ടായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ. നമ്മുടെ ഇഷ്ടം ചെയ്ത് ജീവിക്കണം, നമ്മുടെ സ്വന്തം കാര്യം നോക്കണം, ആ ചിന്താഗതികളൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫെമിനിസം എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് കൊടുക്കുന്ന വില അതെനിക്കറിയാമായിരുന്നു. അങ്ങനെ കുറച്ച് ചേഞ്ച് ആയി. പിന്നെ ലൈഫിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായി, കുറച്ച് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായി. പക്ഷെ അത് ഒരു സ്ഥലത്ത് വന്നിരുന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിലൂടെ കടന്നു പോയപ്പം പിന്നെ ഇതൊന്നും എനിക്കൊരു മൈരുവല്ല എന്ന് തോന്നി. ലൈഫ് അങ്ങനെയാണ് പഠിച്ചത്. ആ ലൈഫ് അങ്ങനെയാണ് പഠിച്ചത്. കാരണം നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ കാണുള്ളൂ. ഇന്ന് നമ്മുടെ കൂടെ നിന്ന് ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്ന് പറയുന്നവര് നാളെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമുക്കൊരു കല്യാണം കഴിക്കുന്നത് പോലും കുറച്ചുനാൾ കഴിയുമ്പോൾ അത് നമുക്കൊരു ബാധ്യതയാവും. നമുക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും ആദ്യം എല്ലാവരും എന്താ പറയാ, സോൾവ് ആക്കുമോളെ, സംസാരിക്കുമോളെ എന്ന് പറഞ്ഞ് അതിന്റെ പുറകെ നടന്ന് പിന്നെ നമ്മുടെ സമയവും നമ്മൾ നശിപ്പിച്ച് കളയുകയാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് മാറ്റം വന്നു, അല്ലെ? സമൂഹത്തെ കുറിച്ച് മാറ്റം വന്നു. പക്ഷെ ഞാനത് അന്നേ ചിന്തിച്ചിരുന്നു. അതാണ് വ്യത്യാസം. നമ്മൾ പോകുന്ന ജനറേഷൻ അനുസരിച്ച് ഇതൊക്കെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അപ്ഡേറ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ ക്ലീവേജ് കണ്ടു എന്ന് വെച്ചോ, അല്ലെങ്കിൽ ഷോർട്സ് ഇട്ടൊന്നും കണ്ടു വെച്ചോ, അവർക്ക് വികാരമൊന്നും വരില്ല. കോളേജിൽ ഇപ്പം ഷോർട്സ് ഇട്ടുകൊണ്ട് പോയി, സ്ലീവ്ലെസ് ഇട്ട് പോയി എന്ന് പറഞ്ഞാൽ അവർക്കതും കണ്ട പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല. പിള്ളേരൊക്കെ അപ്ഡേറ്റഡാ. പക്ഷെ അതിപ്പോഴും വസന്തങ്ങൾക്ക് മനസ്സിലായിട്ടില്ല.
ഇങ്ങനെയുള്ള വസന്തങ്ങൾ ഇനിയും കാണും. ഇങ്ങനെയുള്ള വസന്തങ്ങൾ, ഈ വസന്തങ്ങൾ എന്ന് പറയുന്നത് പ്രായമുള്ളവരെയല്ല കേട്ടോ, എല്ലാ ഏജ് ഗ്രൂപ്പിലും വസന്തങ്ങളുണ്ട്. 20 to 25 വയസ്സിനുള്ളിൽ കാണും ചിലപ്പോൾ വസന്തം. കാലഘട്ടം വളരുന്നതനുസരിച്ച് വളരാത്ത ആൾക്കാർ, വളരാത്തവർ. അതെ, കാലഘട്ടം വളരുന്നതനുസരിച്ച് വളരാത്ത വസന്തങ്ങൾ. ചേച്ചി, ഞാൻ കേട്ടൊരു കാര്യം ചോദിക്കുവാണ്. ഇപ്പൊ മോഡലിംഗ് രംഗത്തുള്ള സ്ത്രീകള് എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? മോഡലിംഗ് ഫീൽഡിലുള്ള സ്ത്രീകൾ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായിട്ടുള്ളതാണോന്നോ? തയ്യാറായിട്ടാണ് നിൽക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും അല്ല. അതൊക്കെ കേട്ടുകേൾവി മാത്രമാണ്. അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ്. ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത്? ശരിക്കും എന്താ അവിടെ സംഭവിക്കുന്നത്? ശരിക്കും അതായത് ഇപ്പൊ എന്റെ ഈ ചോദ്യത്തിന് എന്താ, എങ്ങനെ മോഡൽ ആകാമെന്നാണോ? ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്നത്? അതെ, ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്നത്? ഇൻഡസ്ട്രിയിൽ ഫോട്ടോഷൂട്ടുകൾ നടക്കുന്നു. നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു, അവർ നമ്മളെ സെലക്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്ത ഷൂട്ടിന് പോകുന്നു, പൈസ വാങ്ങുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് നടക്കുന്നത്. ചേച്ചി ഒരിടത്ത് പറയുന്ന കേട്ടോ, റാം വോക്കിന് താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ് റാം വോക്കുന്ന. അല്ല, റാമ്പ് വോക്ക് എനിക്ക് ചെയ്ത് മടുത്തു. അതുകൊണ്ടാ കുറെ വോക്ക് ചെയ്തല്ലോ, അപ്പൊ ഇനിയിപ്പോ എന്തിനാണ് റാമ്പ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഞാൻ തുടങ്ങിയത് റാമ്പിലൂടെ ആയിരുന്നു, ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. അന്ന് ഞാൻ പ്രിന്റ് ഒന്നും ചെയ്തിട്ടില്ല, റാം ഷോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിലവില് ചേച്ചി ഇപ്പൊ എന്താ ചെയ്യുന്നത്? നിലവില് റാമ്പ് ഇപ്പൊ ചെയ്യുന്നില്ല. അത് ഇഷ്ടക്കുറവ് കൊണ്ടല്ല, റാമ്പ് ചെയ്ത് മടുത്തത് കൊണ്ടാണ്. നമ്മള് റാമ്പിൽ ദൂരം നടന്നിരുന്നെങ്കിൽ ഇപ്പൊ കാശ്മീർ വരെ എത്തിയനെ, നടന്ന് കാശ്മീരിന്റെ അറ്റം വരെ എത്തിയനെ. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് നടന്നു മടുത്തു. അപ്പോൾ ഒരു മാറ്റം ജീവിതത്തിൽ എല്ലാവർക്കും ആഗ്രഹിക്കുന്നു. അപ്പം പിന്നീട് ഞാൻ പ്രിന്റിലേക്ക് മാറി, പ്രിന്റ് ഷൂട്ട്സ്, ആഡ് ഷൂട്ട്സ് മാറി. പക്ഷെ അതങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഒരുപാട് അങ്ങോട്ട് പ്രിന്റ് ഷൂട്ട്സോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ ആയുധം സോഷ്യൽ മീഡിയ ആണ്. ഇപ്പം നിങ്ങളുടെ ചാനലും എല്ലാം സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ മുന്നിലുള്ള ഒരു ആയുധം. ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കൂടുതൽ ആക്റ്റീവ് ആകുക എന്നൊരു തോന്നൽ വന്നു. പണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നില്ല, പണ്ട് സമയത്ത് തുടങ്ങിയ ടൈമിലൊന്നും. പിന്നീടാണ് ആക്റ്റീവ് ആയത്. അപ്പം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതോടുകൂടി കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റി. അപ്പം അങ്ങനെ ഈ ഇൻഫ്ലുവൻസിങ് വീഡിയോസ് ഇടയ്ക്ക് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ആഡ്സ് ചെയ്യാറുണ്ട്. ഇപ്പം ഈ വരുന്ന ആഴ്ച ചെന്നൈയിൽ ഒരു ആഡ് ഉണ്ട്. അപ്പം അങ്ങനെ പറ്റുന്ന എല്ലാ പണിയും ചെയ്യും. ഇപ്പൊ ചേച്ചി പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചും കൂടി ആക്റ്റീവായി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി എന്ന്. പല രീതിക്കും ഇൻസ്റ്റാഗ്രാമിൽ വൈറലാവുന്നവരുണ്ട്. ചേച്ചി എന്ന ഒരു വ്യക്തി കുറച്ച് എക്സ്പോസ് ചെയ്തിട്ടാണ് ആൾക്കാരിലേക്ക് എത്തിയത് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എക്സ്പോസ് ചെയ്തിട്ട് എത്തിയാലും ചെയ്യാതെ എത്തിയാലും അത് എൻ്റെ മിടുക്കാണ് എന്ന് പറഞ്ഞാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എക്സ്പോസ് ചെയ്യാത്ത ഒരുപാട് ടോക്ക് ഷോസിൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ അതിനൊന്നും സാധാരണ ചുരിദാറും അങ്ങനത്തെ നോർമൽ ടീഷർട്ട്സും അങ്ങനത്തെ ഡ്രസ്സുകൾ മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇനി എക്സ്പോസ് ചെയ്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അതെന്റെ മിടുക്ക, ഞാൻ വരവ് വെച്ചിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വൈറലായാൽ നിങ്ങൾക്ക് കൊള്ളാം. കാരണം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഇതൊന്നും ആരും അരിയൊന്നും ഇവിടുന്ന് വേറെ ആരും കൊണ്ടുതരത്തില്ല. വൈറലാവാൻ വേണ്ടി ഇന്നും ചെയ്യാമെന്നാണോ? അങ്ങനെയല്ല, വൈറലാകാൻ വേണ്ടി ഇന്നും ചെയ്യാമെന്നല്ല. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ്. ഇപ്പൊ നിങ്ങൾക്ക് വൈറലാവാൻ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെന്താ, ഇപ്പൊ ഒരാള് വൈറലാകാൻ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് എന്നെ ബാധിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനത് കണ്ടാൽ മാത്രം പോരെ. അല്ല, ഫെയിമിന് വേണ്ടി ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ഷൂട്ട്സ് ആയാലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഷൂട്ട്സ് നമ്മളെ ശരീരഭാഗം കാണിച്ചുകൊണ്ട് എക്സ്പോസ് ചെയ്തിട്ടായാലും കാണിക്കുന്നുണ്ടല്ലോ ഫെയിമിന് വേണ്ടിയിട്ട്. കുറച്ച് കുട്ടികളെ എനിക്കറിയാം, അവർക്ക് കമന്റ്സ് വേണം, ലൈക്ക് വേണം എന്ന് പറഞ്ഞു ഇങ്ങോട്ട് ചിലർ പറഞ്ഞിട്ടുണ്ട്. അവരോട് എനിക്ക് പറഞ്ഞത് അത് ആളുകൾ കാണാൻ ഇരുന്നിട്ടല്ലേ, ആളുകൾക്ക് കാണാൻ താല്പര്യം മറ്റൊരാളുടെ നഗ്നതയാണ്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ഒരു സ്ലീവ്ലെസ് ഇട്ടാൽ ഉടനെ അതിലോട്ട് നോക്കാനാണ് നാട്ടുകാർക്ക് താല്പര്യം. ഒരാൾക്ക് കാണാൻ താല്പര്യം മറ്റൊരു വ്യക്തിയുടെ നഗ്നതയാണ്. അങ്ങനൊരു പ്രവണത ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള ഷൂട്ടുകളും ഉണ്ടാവും. അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് തന്നെയല്ലേ? കാണിച്ചു കൊടുത്തിട്ടെന്നല്ല, ഇപ്പൊ കാണണ്ടെങ്കിൽ കാണണ്ടല്ലോ, അത് മാറ്റി വേറെ എന്തൊക്കെ ചെയ്യും. ഇവിടെ പോൺ ഫിലിംസ് ഇറങ്ങുന്നു, നമുക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ ആ സിനിമകൾ ഇടുന്നില്ലല്ലോ ആരും. നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പം എനിക്ക് കാണാൻ താല്പര്യമുള്ള പഴയ കാലത്തെ ലാലേട്ടന്റെ സിനിമകൾ ഞാനിപ്പോ ഇടയ്ക്കിരുന്ന് യൂട്യൂബിൽ കാണും. കാരണം എനിക്കിഷ്ടമാണ് അതുപോലത്തെ സിനിമകൾ കാണാൻ. അപ്പൊ എനിക്കിഷ്ടമുള്ളതാണല്ലോ ഞാൻ കാണുന്നത്. അല്ല, അവർക്ക് ചോയ്സ് ഉണ്ട്. അവർക്കത് കാണാൻ വേണ്ടി അവർ ഇതിരിക്കുന്നു, എന്നിട്ട് കുറ്റവും പറയും. അവരുടെ പ്രവണത അങ്ങനെ ഉള്ള പ്രവണത ഉള്ളിടത്തോളം കാലം കുട്ടികൾ അങ്ങനെയൊക്കെ ചിന്തിക്കും. അതിപ്പോൾ ഈ ബിക്കിനി ഷൂട്ട്സിന്റെ കാര്യം ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. അപ്പം സ്വിം സൂട്ട്സ്, ഇപ്പൊ നമ്മൾ ഒരു ബീച്ചിൽ പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഡ്രസ്സല്ലേ അവിടെ ഇടേണ്ടത്. ഈ ബീച്ച് ഒരു ബിക്കിനി ഇതൊന്നും ഇട്ടോണ്ട് ആരും ബസ്സിലൊന്നും കയറി പോകുന്നില്ലല്ലോ. ആരെല്ലാം കണ്ടിട്ടുണ്ടോ പോകുന്ന? ഇല്ല. അപ്പം അത് ആ സ്ഥലത്തല്ലേ അവരിടുന്നുള്ളൂ.
ആ സ്ഥലത്ത് ഇത് തന്നെ ഇടണം എന്ന് നിർബന്ധമില്ല. തന്നെ ഇടണം എന്നില്ല, പക്ഷെ നമുക്കിപ്പോ ഒരു സാരിയൊക്കെ ഉടുത്ത് പോയാൽ സാരി എത്ര അഴുക്കും, ജീൻസ് ഇട്ട് പോയാൽ ജീൻസ് പിന്നെ അലക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ബീച്ചിലൊക്കെ ഇട്ട് പോയാൽ. അപ്പൊ ബീച്ചിലിടാൻ വേണ്ടി ബീച്ച് വെയർ എന്ന് പറയുന്നത്. ബീച്ച് വെയർ എന്താണെങ്കിലും അതിപ്പോ ബിക്കിനി തന്നെ ഇട്ടോ അങ്ങനെ പോകുന്നവരില്ല നമ്മുടെ നാട്ടിൽ, അങ്ങനെ പൊതുവെ ഇല്ല. കുറച്ച് ഷോർട്സ് ഇടും. പിന്നെ അതുപോലെ ബീച്ച് വെയർ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ കളക്ഷൻസ് തന്നെയുണ്ട്. ആ മെറ്റീരിയൽ ഉണ്ട്, ആ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്, നനഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയൽ. അപ്പൊ അവിടെ ആ മെറ്റീരിയൽ അല്ല യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് സാരി എടുത്തോണ്ട്, കോട്ടൺ സാരി എടുത്തോണ്ട് ബീച്ചിൽ പോയി മലർന്ന് ഇങ്ങനെ കിടന്ന ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടല്ലോ. എല്ലാവരും ഇത് യൂസ് ചെയ്യണം എന്നില്ലല്ലോ ഈ പറഞ്ഞ ബീച്ച് വെയർ. അതായത് കിളിപോയ ആളുകൾ ഒരുപാടുണ്ട്, അവരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്നെ കിളിപോയെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ, മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് മോഡലിംഗ് രംഗത്തേക്ക് വരുന്നുണ്ട്. ഇവരുടെയൊക്കെ ഉദ്ദേശം സിനിമയിൽ മോഡലിംഗ് രംഗത്ത് വന്നാൽ പെട്ടെന്ന് സിനിമയിലേക്ക് കയറാം എന്നൊരു ചാൻസ് വെച്ചിട്ടാണ് എല്ലാവരും വരുന്നത്. ശരിക്കും അങ്ങനെ പെട്ടെന്ന് മോഡലിംഗിലുള്ളവർക്ക് പെട്ടെന്ന് സിനിമയിലേക്ക് കയറാൻ പറ്റുമോ? നിങ്ങൾക്ക് വയലിനിസ്റ്റ് ആവണമെങ്കിൽ വയലിൻ തന്നെ വായിച്ചു പഠിക്കണം, ഗിറ്റാർ വായിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കാൻ പഠിക്കാൻ പോകണം, എൻ്റെ ക്ലാസ്സിന് പോകണം. അതിനുള്ള ആളുകളെ ബന്ധപ്പെട്ട് പ്രൊഫൈൽ, അതിന് പറ്റുന്ന ക്യാരക്ടർ പോർട്ട്ഫോളിയോ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പെർഫോമൻസ് വീഡിയോ ചെയ്ത് അയച്ചു കൊടുത്ത് അങ്ങനെ ആണ് അവസരങ്ങൾക്ക് പൊതുവെ ആളുകൾ നോക്കുന്നത്. പിന്നെ മോഡലിങ്ങിലൂടെ സിനിമയിൽ കയറാൻ പറ്റും എന്നുള്ളത് അതെന്താ പറയുക, ഈ ഐശ്വര്യ റായ്, സുഷ്മിത സെൻ അങ്ങനെയുള്ളൊരു ട്രെൻഡ് പണ്ട് കാലത്ത് വന്നല്ലോ. അപ്പൊ നമ്മൾ പിള്ളേർക്കൊക്കെ അത് പ്രചോദനമായി, വളർന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വലുതാവുമ്പോൾ ഇവരെയാണല്ലോ കാണുന്നത്. അപ്പൊ ആ ഒരു പ്രചോദനത്തിന്റെ പുറത്താണ് ഇപ്പോഴും ആ ഒരു ട്രെൻഡ് നടക്കുന്നത്. പക്ഷെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അത് അങ്ങനെ സംഭവിച്ചു പോയി എന്ന് കരുതി എല്ലാവർക്കും അത് അങ്ങനെ ആവണമെന്നില്ല. മോഡലിംഗ് 100% വേറൊരു മേഖലയാണ്. പക്ഷെ ഇത് രണ്ടും എന്റർടൈൻമെന്റിന്റെ അണ്ടറിൽ വരുന്ന ആയതുകൊണ്ട് ഒരു ബന്ധമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ മോഡലിംഗ് രംഗത്തുള്ള പലരും ആൾക്കാർ തിരിച്ചറിയാതെ പോകുന്നത് ഇതുകൊണ്ടാണോ? മോഡലിംഗ് മേഖല എന്ന് പറയുന്ന മേഖല മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ. അല്ല, അവരുടെ ഫാഷൻ, ആ ഒരു ഇൻഡസ്ട്രി അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ചറിയുന്നത് കുറവായിരിക്കും. പിന്നെ അതിന് പലരും വന്നിങ്ങനെ ഈ മോഡലിംഗ്, പ്രൊഫഷണൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോഷൂട്ട് ചെയ്തിടുന്നതല്ല. പ്രൊഫഷണൽ മോഡലിംഗ് നമ്മൾ റാമ്പിൽ ചെയ്യുന്നു, നമ്മൾ ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്നു. ഈ കൂടുതലും പ്രിന്റ് മോഡൽസ് ആണ് ഈ ഓൺലൈനിൽ കൂടുതലും ഫോട്ടോസും മറ്റും ഇടാറുള്ളത്. റാമ്പ് മോഡൽസ് അവരുടെ റാമ്പിന്റെ ഫോട്ടോസും വാക്ക് ചെയ്യുന്നതിന്റെ വീഡിയോസും ഒക്കെ ആയിരിക്കും ഇടാറുള്ളത്. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ള ആളുകളല്ലേ അവരെ വന്ന് ഫോളോ ചെയ്യുള്ളൂ. എല്ലാ തരത്തിലുള്ള കോസ്റ്റ്യൂംസും അല്ലെങ്കിൽ കുറച്ചെങ്കിലും എക്സ്പോസ് ചെയ്യാൻ താല്പര്യമുള്ള അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ മോഡലിംഗ് രംഗത്ത് നിൽക്കാൻ പറ്റുന്നത്. ഇപ്പോൾ സാധാരണ നാട്ടിൻപുറത്ത് ജനിച്ച പെൺകുട്ടികൾ ഉണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ ആഗ്രഹം കാണും മോഡലിംഗിലേക്ക് പോവാം, പക്ഷെ ഇതുപോലെ എക്സ്പോസ് ചെയ്യാനുള്ള അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനോ താല്പര്യമില്ലാത്തവർ കാണും. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അതേ പറഞ്ഞുള്ള ഫസ്റ്റ് ഓഫ് ഓൾ മോഡലിംഗ് 3 തരമാണ്. ഒന്ന് പരസ്യത്തിൽ അഭിനയിക്കുക, പിന്നെ ഈ ഫോട്ടോഷൂട്ടുകൾ ചെയ്യുക, അതും ഓരോ ബ്രാൻഡുകളുടെ ഫോട്ടോഷൂട്ടുകൾ ചെയ്യുക, പിന്നെ ഫാഷൻ ഷോയിൽ വർക്ക് ചെയ്യുക. 3 ടൈപ്പ് ഓഫ് മോഡലിംഗ് ആണ്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് നിങ്ങൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ പരസ്യങ്ങളിലൊക്കെ അഭിനയിക്കുന്നതാണ് വേണ്ടതെങ്കിൽ ഈ പറയുന്ന പോലെ എക്സ്പോസിംഗ് ഒന്നും ആവശ്യം വരുന്നില്ല. അതൊക്കെ ഓരോരോ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള അത്യാവശ്യം കാഷ്വൽ വെയേഴ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കില്ല. സാരി, ചുരിദാർ, കാഷ്വൽ വെയേഴ്സ്, ചിലപ്പോൾ ഷോർട്സ്, ടീഷർട്ട്സ് ഇതൊക്കെ തന്നെ ആയിരിക്കും ആഡുകളിൽ യൂസ് ചെയ്യാം. പിന്നെ ബിക്കിനിയുടെ ഒക്കെ ആഡ് നിങ്ങൾ ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പോകാൻ പറ്റും. പക്ഷെ ഒരു റൺവേ ഫാഷൻ ഷോകളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ, ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പാടില്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബിക്കിനി ഷോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റാമ്പിൽ അതിൽ ചെയ്താൽ മതി. പക്ഷെ അതുകൂടി ചെയ്യാൻ തയ്യാറാണെങ്കിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവും. ഇന്റർനാഷണൽ ലാക്മേ ഫാഷൻ വീക്ക് അതുപോലുള്ള ഷോകളാണ് നമുക്ക് ഈ ഡ്രസ്സ് ഇടാൻ പറ്റില്ല, ആ ഡ്രസ്സ് ഇടാൻ പറ്റില്ല, നമുക്ക് പറയാൻ ഓപ്ഷൻ ഇല്ല. അതാണ് പ്രൊഫഷണൽ മോഡലിംഗ്. പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് മാന്യമായ വസ്ത്രം ധരിക്കണം, മാന്യമായി നടക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ചേച്ചിയുടെ ഒരു കൺസെപ്റ്റിൽ എന്താണ് ഈ മാന്യമായ വസ്ത്രം, അല്ലെങ്കിൽ എന്താണ് ഈ മാന്യം? അത് പറയുന്നവരോട് ചോദിക്കണം എന്താണ് മാന്യത എന്നുള്ളത്. എന്താണ് മാന്യത? നിങ്ങൾക്ക് എന്താണ് മാന്യത? എനിക്കറിയില്ല, ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. എന്റെ കാഴ്ചപ്പാടിൽ മാന്യത കുറച്ച് അത്യാവശ്യം സെക്സി ആയിട്ടൊക്കെ ഡ്രസ് ചെയ്യുന്നതാണ് മാന്യത. ഞാൻ അതാണ് മാന്യതയായിട്ട് കാണുന്നത്. കാരണം എനിക്കത് ഇഷ്ടമാണ്. ഒരു മനുഷ്യനെ അട്രാക്റ്റീവ് ആക്കുന്നത് അവന്റെ സെക്സ് അപ്പീലാണ്. അതെ അതെ അല്ലേ? അപ്പൊ പിന്നെ എന്റെ കാഴ്ചപ്പാടിൽ അതാണ് മാന്യത. അത് പക്ഷെ മറ്റൊരാൾക്കത് വല്ല ദുരാചാരമായിരിക്കും. ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ ആരെയും കാണിക്കാൻ വേണ്ടി അല്ല വസ്ത്രം ധരിക്കുന്നത് എന്ന്. പിന്നെ എന്തിനിപ്പൊ ഇത് പറഞ്ഞേ? ഫോട്ടോഷൂട്ടിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞേ. ഫോട്ടോഷൂട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് പ്രൊഫഷന്റെ ഭാഗമായിട്ട് ഓഫ് കോഴ്സ് കാണിക്കാനല്ലേ അത്. ഫോട്ടോ പിന്നെ മനുഷ്യന്മാര് കാണുമല്ലോ,
അപ്പോൾ ഇപ്പൊ ഈ ചോദ്യം ചോദിക്കാൻ കാര്യം എന്താണ്? ഇപ്പൊ ഇത് എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ച് അത് വിവാദം ഉണ്ടാക്കി, അത് തമ്പനയിൽ ഉണ്ടാക്കി, നിങ്ങൾ റീച്ച് കൂട്ടാൻ, TRP കൂട്ടാനുള്ള പരിപാടിയാണ്. എന്താണ് ഉദ്ദേശം? അല്ല, ചേച്ചി നേരത്തെ പറഞ്ഞൊരു കാര്യം, ഞാൻ കാണിക്കാനല്ല ഒന്നും ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒബ്വിയസ്ലി ആരും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഞാൻ ഉത്തരം കൊടുത്തിട്ടുണ്ട് ക്യാമറയ്ക്ക്. അല്ല, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് ഇടുന്നത് ഓഫ് കോഴ്സ് കാണിക്കാൻ തന്നെ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ആരും കാണാതെ മുറിയിൽ കൊണ്ടുപോയിട്ട് പാത്തും പതുക്കും വെച്ച് തുറന്നു നോക്കാനുള്ള സാധനമല്ല. ഒരിക്കലും അല്ല. അതാണ് ഞാൻ പറഞ്ഞ ആൾക്കാരെ കാണിക്കാനല്ലേ ഒബ്വിയസ്ലി ചെയ്യുന്നത്. ഞാൻ ഫോളോവർ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് 1 മില്യൺ ഫോളോവേഴ്സ് ഷൂട്ടിൽ കൂടെ തന്നെ വേണം. അതിനുവേണ്ടിയാണ് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ആൻസർ കഴിഞ്ഞു. ആ ആൻസർ പറഞ്ഞതാണ് നേരത്തെ. വീണ്ടും അത് വളച്ചെടുത്തോണ്ട് വന്ന് മനഃപൂർവ്വം വിവാദം ഉണ്ടാക്കാനല്ലേ. പിന്നെ സെക്സ് അപ്പീൽ. ഈ സെക്സ് അപ്പീലിന്റെ കാര്യം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ചുരിദാർ ഇട്ടാലോ നമ്മുടെ ഏത് ഡ്രസ്സ് ഇട്ടാലും നമുക്കൊരു ബീങ് പ്രസന്റബിൾ എന്നൊരു ഇതുണ്ട്. മറ്റൊരാളോട് സംസാരിക്കുന്നു, പെരുമാറുന്ന രീതി, ബീങ് പ്രസന്റബിൾ. സോ പ്രസന്റബിൾ എന്ന കാര്യത്തിലാണ് ഞാൻ ഒരു അപ്പീൽ എന്നൊരു മനുഷ്യനിൽ പറയുന്നത്. അല്ലാതെ അവരുടെ വെളുത്തിട്ടാണോ അല്ലെ അവർക്ക് നിറമുണ്ടോ, അതൊന്നും അല്ല ഒരാളുടെ സൗന്ദര്യം. അവരുടെ സൗന്ദര്യം ഒന്ന് അവരുടെ വ്യക്തിത്വം, പെരുമാറ്റം, അതൊക്കെ കൂടാതെ തന്നെ അവരെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ഇച്ചിരി ഷോർട്ട് ഡ്രസ്സ് ഇട്ടാലും എന്തിട്ടാലും കാണിക്കാനാന്ന് മറ്റുള്ളവർ വിചാരിച്ച് അവരെങ്ങനെ വിചാരിച്ചോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ അല്ല, ഇത് നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറയുന്നത് വെറുതെ അല്ലേ? ഓഫ് കോഴ്സ് എല്ലാവരും കാണിക്കാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇത് ആർക്കും പറയാൻ ഭയങ്കര മടിയായിട്ടിരിക്കുക. ഓഫ് കോഴ്സ് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്ന അല്ലെങ്കിൽ ഞാൻ ഒരുങ്ങുന്നത് ഒക്കെ ആൾക്കാർ കാണാൻ തന്നെയാണ്. രണ്ടാൾക്കാർ കാണുമ്പോൾ അതെ, നിങ്ങൾ ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീയായിരിക്കും നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ഒരുങ്ങുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്ത്രീയും ഒരുങ്ങുന്നത് മറ്റുള്ളവരെ കാണിക്കാനല്ല. അത് തെറ്റാണ്. അത് എല്ലാരും അത് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാരും പറയാൻ മടിക്കുന്നു എന്ന് മാത്രം. അതായത് അടുത്ത ടോപ്പിക്ക്, വിവാദമാക്കാനുള്ള അടുത്ത ടോപ്പിക്ക്, തമ്പനിയിലുള്ള അടുത്ത ടോപ്പിക്ക്, അതല്ല സംഭവം. ഞാൻ പറഞ്ഞുതരാം. ഒരാള് ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ ഇന്റർവ്യൂ കൊടുക്കുന്നു. അപ്പോൾ ഒരു ക്യാമറയിൽ നമ്മുടെ ഫേസ് എങ്ങനെയാണ്, അതനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് മേക്കപ്പ് യൂസ് ചെയ്യുന്നു. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ക്യാരക്ടറിനനുസരിച്ചുള്ള മേക്കപ്പ് ഇടുന്നു. അത് ഓരോ ഇതനുസരിച്ച് മാറിപ്പോകും. ഇപ്പം നമ്മൾ പുറത്ത് ബീച്ചിൽ പോവുകയാണെങ്കിൽ ഞാൻ മേക്കപ്പ് പുറത്ത് പൊതുവെ യൂസ് ചെയ്യാറില്ല. ചെയ്യുന്നവർ വേറെ ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ ഒരുപാട് ഓവർ മേക്കപ്പ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഷൂട്ട്സുകൾക്കും അങ്ങനെയുള്ള നോർമലായിട്ട് മേക്കപ്പ് ഇപ്പൊ ലിപ്സ്റ്റിക് ആയാലും ഐലൈനർ ആയാലും നോർമലായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ? ഐലൈനർ നോർമൽ ചെയ്യും. അതല്ലാതെ മറ്റ് കൺസീലേഴ്സ് ഒന്നും അങ്ങനെ പൊതുവെ ഞാൻ യൂസ് ചെയ്യാറ്. ഓക്കെ, ചേച്ചി പറഞ്ഞു ബീച്ചിൽ പോകുമ്പോഴും അല്ല നോർമലായിട്ട് പുറത്ത് പോകുമ്പോഴും അധികം ചെയ്യാറില്ല, എന്നാലും ലിപ്സ്റ്റിക് ആയാലും യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതേ പറഞ്ഞ ചേച്ചി എന്തുകൊണ്ട് വീട്ടിൽ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല? ആരും കാണാൻ ഇല്ലാത്തത് കൊണ്ടല്ലേ? ഉണ്ടാറുണ്ടല്ലോ വീട്ടില്. ഉറക്കണീറ്റ് ഉടനെ ലിപ്സ്റ്റിക് ഇട്ട് ഐലൈനർ ഇട്ടാണ് നിൽക്കുന്നത്. മേക്കപ്പ് ഒക്കെ ഇടും, എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കും, നീ ഭയങ്കര സുന്ദരിയാണ്, നീ എന്നും ചുമന്ന ലിപ്സ്റ്റിക് ഇട്ട് നടക്കണം, ഈ ചുമപ്പ് മാറ്റി വയലറ്റ് ഒക്കെ ഇറങ്ങുവാണെങ്കിൽ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യണം എന്നെ മനസ്സിൽ ഞാൻ സ്വന്തം പറയാറുണ്ട്. അപ്പൊ ഉറക്കണീറ്റ് ഉടനെ ലിപ്സ്റ്റിക് ഇട്ട് ഐലൈനറും വരച്ച് ഒരുങ്ങി നടക്കുന്ന ഒരാളാണ് വീട്ടിലും ചേച്ചി എന്നാണ് പറയുന്നത്. നോർമൽ ആയിട്ടുള്ള ഗേൾസ് അങ്ങനെയല്ല. ഞാനൊന്നും വീട്ടില് എണീറ്റ് ഉടനെ ലിപ്സ്റ്റിക് ഇട്ട് ഒരുങ്ങി നടക്കാറില്ല. വീട്ടിൽ ആരും കാണാനില്ല. ഭയങ്കര വ്യത്യസ്തയാണ് മോളെ, അതല്ല ഞാനിവിടെ ഇരിക്കുന്നത്. ഓക്കെ, അക്സെപ്റ്റ് ദാറ്റ്. ഇനി ഇതും പറഞ്ഞ് വിവാദം സൃഷ്ടിക്കാനാണ് പ്ലാനെങ്കിൽ ഞാനിതിന് നിന്ന് തരാനില്ല. കാരണം നിങ്ങൾക്ക് ആള് മാറിപ്പോയി. ഞാൻ നോർമലായിട്ട് ചോദിച്ച കാര്യമാണ്, സാരമില്ല. ഓക്കെ, ചേച്ചിക്ക് കഥ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആണ് അല്ലെ? കഥ എഴുതാൻ ഇഷ്ടമെന്നല്ല, എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്. എന്തുകൊണ്ട് ആ ഒരു ഫീൽഡിലേക്ക് നോക്കുന്നില്ല? അതായത് ഒരാൾക്ക് എത്ര ഫീൽഡിൽ നിൽക്കാൻ പറ്റും? നമുക്ക് എനിക്ക് ഇച്ചിരി കിളി ഇല്ലാത്ത അസുഖമുണ്ട്. എനിക്ക് ഈ കിളി പോയിരിക്കാം മിക്കവാറും ഞാൻ. അപ്പം ആ കഥ എഴുതാനുള്ള കിളി നമ്മുടെ തലയിൽ വരുമ്പോൾ എഴുതും. അത് സംഭവിക്കുമ്പോൾ അതിന് സംഭവിക്കും. ഇപ്പോഴത്തെ എൻ്റെ കിളി എന്ന് പറയുന്നത് ഇപ്പം അടുത്ത ഷൂട്ട് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത പരസ്യം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ചിന്താഗതി. എൻ്റെ കിളി എന്നോട് പറയുന്നത്. എനിക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ചേച്ചി തന്നെ പറയുകയാണെങ്കിൽ ചേച്ചി കിളിയില്ല. എനിക്ക് കിളിയില്ലല്ലോ, സമ്മതിക്കുന്നോ? കിളി ഇല്ലാത്തതാണ് എൻ്റെ ലൈഫിലെ പ്രശ്നം. ചേച്ചിയുടെ ശരിക്കുള്ള സ്വപ്നം സിനിമയാണോ? എനിക്ക് സിനിമയെക്കാളും വലിയ സ്വപ്നമുണ്ട്. ഉണ്ട്. അതെന്താ? ശരി, സിനിമയായിരുന്നു സ്വപ്നമെങ്കിൽ പണ്ട് തൊട്ടേ ഞാൻ മോഡലിംഗ് നേരത്തെ തന്നെ നിർത്തി. ഞാൻ അതിനുവേണ്ടി നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ശ്രമിക്കുമായിരുന്നു. സിനിമ എന്നുള്ള സ്വപ്നം എനിക്കുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാളും വലിയ എനിക്ക് ഇന്റർനാഷണൽ സെലിബ്രിറ്റി ആണ്. ഇന്റർനാഷണൽ സെലിബ്രിറ്റി. അപ്പൊ എന്റെ മുന്നിൽ ആകെയുള്ള വഴി സോഷ്യൽ മീഡിയ ആണ്. കാരണം എനിക്ക് ഇപ്പം ഇന്റർനാഷണൽ സെലിബ്രിറ്റി എനിക്ക് വേറൊരു വഴിയില്ല. അപ്പൊ നമുക്കുള്ള എല്ലാ വഴികളും നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ പലരും ചോദിക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയ്ക്കും കുൽസിത പരിപാടികൾ കാണിക്കുന്നതാണ്. അപ്പൊ കുൽസിത പരിപാടികൾ ചെയ്ത ഇന്റർനാഷണൽ ലെവലിൽ അത് നമുക്ക് അറിയത്തില്ല. ശ്രമിച്ചു നോക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്റർനാഷണൽ ലെവൽ എന്ന് പറയുന്നത് കുൽസിതമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇന്റർനാഷണൽ ലെവൽ കുൽസിതമല്ല, പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ
അത് ഫോളോവേഴ്സ് കയറ്റാൻ വേണ്ടി തന്നെയാണ് അത്യാവശ്യം ഫോട്ടോ ചെയ്യുന്നത്. അതെ. ഇപ്പോ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്തരത്തിലുള്ള റോള് വന്നാലും ചേച്ചി അത് സെലക്ട് ചെയ്യുവോ? അത് കേട്ട് നോക്കിയിട്ട് അതൊരു നല്ല ബാനർ ആണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യും. ആരെന്ത് പറഞ്ഞാലും എല്ലാം പോസിറ്റീവായിട്ട് മാത്രമാണ് എടുക്കുന്നത്? അതെന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അതെ, ബേബി എൻ്റെ ആ ഒരു ഞാൻ വളർന്ന സാഹചര്യത്തിൻ്റെ ആയിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ ചെറുപ്പം തൊട്ടേ ഞാൻ റിബല്ലായിരുന്നു എന്ന് പറഞ്ഞില്ലേ, എനിക്ക് ചില ഇത് ശരിയാണ് തെറ്റാണ്, തെറ്റ് ശരി എന്ന് ഞാൻ തന്നെ എന്നെ കൊണ്ട് മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു ചെറുപ്പം തൊട്ടേ. മേ ബി ഞാൻ അങ്ങനെ ആയിരുന്നു, അതുകൊണ്ടായിരിക്കും. എനിക്കറിയില്ല. പിന്നെ പോസിറ്റീവ് ആൻസർ തരാൻ പാടില്ലല്ലേ? ഇല്ല, അത് വാക്കാൻ. അയ്യോ, അത് നമ്മുടെ തലയിലെ എല്ലാ മനുഷ്യരുടെ തലയ്ക്കകത്തൊരു ബൾബുണ്ട്. ബൾബ് തലയുടെ ഉള്ളിൽ. അപ്പൊ ഈ ബൾബുള്ള ആളുകൾ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ബൾബ് ഓണാവും. അത് ഓണാവുമ്പോൾ നമുക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്ക് പുല്ലാണ് എന്ന ചിന്ത പോസിറ്റിവിറ്റിയിലേക്ക് നമ്മൾ മാറും. നമുക്ക് ആ ബൾബ് ഇല്ല എന്നല്ലേ പറഞ്ഞു വരുന്നത്? സത്യം, നിനക്ക് ആ ബൾബില്ല. ഈ പറഞ്ഞില്ലേ എല്ലാം പോസിറ്റീവായിട്ട് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിലായിരിക്കും ചേച്ചി ചിന്തിച്ചു തുടങ്ങിയത്. എല്ലാം പോസിറ്റീവായിട്ട് കിട്ടുന്നതെല്ലാം നല്ല റിപ്ലൈ കൊടുത്ത് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ഇതിന് മുമ്പ് ഇതുപോലെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പോൾ എല്ലാം പോസിറ്റീവ് ആവണമെങ്കിൽ മുമ്പ് വേറൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കാം. ഇല്ല, മുൻപും എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. ആ മറ്റേ ചുരിദാറിട്ട ഫോട്ടോയും സംബന്ധിച്ച് എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടർ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. അങ്ങനെ നെഗറ്റീവായി ചിന്തിച്ചിരുന്നവരെല്ലാം ഇപ്പൊ കല്യാണം കഴിച്ച് ഒരു കുട്ടിയൊക്കെ പ്രസവിച്ച് കൊച്ചിനെ വളർത്തി ഒരു പണിയില്ലാതെ വീട്ടിലിരിപ്പുണ്ട്. ഞാൻ പോസിറ്റീവായി ചിന്തിച്ചതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വല്ലതും വന്നിരുന്ന് പറയാൻ പറ്റുന്നു. അപ്പൊ അങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കാൻ ചേച്ചി തയ്യാറാണോ? നിങ്ങൾക്ക് എന്നെ കുടുംബിനിയാക്കണോ? എനിക്ക് താല്പര്യമില്ല. താല്പര്യമില്ല? അത് ചേച്ചിയുടെ ഇഷ്ടമല്ലേ? എനിക്ക് കുടുംബിനിയാകാൻ പറ്റുന്ന ആരെയും കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേണ്ട. സ്റ്റിൽ വെയിറ്റിംഗ് ആണോ അതിനു വേണ്ടി? ഇല്ല, ഞാൻ അതിനുവേണ്ടി വെയിറ്റിംഗ് അല്ല. പക്ഷെ ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ട് പോലെ കെട്ടാനൊന്നും പറ്റില്ല. ഇപ്പൊ വീട്ടുകാർ പറഞ്ഞു വെച്ചാൽ ഒരാളെ പോയി കെട്ടാൻ പറ്റില്ല. നമുക്ക് തോന്നാം ഇന്ന ആള് നമ്മുടെ കൂടെ ഉണ്ട്, അപ്പൊ നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ നന്നാവും, എനിക്ക് അവനും ഞാനും നല്ലതാണ് എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ കെട്ടാം. ചേച്ചിയുടെ ഒരു കൺസെപ്റ്റ് അപ്പൊ എങ്ങനെയാ? എന്റെ കൺസെപ്റ്റ് അതാണ്. അങ്ങനെ ഒരാളെ കിട്ടുമ്പോൾ കല്യാണം കഴിക്കും. കാരണം ഞാൻ ഒറ്റയ്ക്ക് നേടുന്നതിനേക്കാളും കൂടെ എൻ്റെ കൂടെ ഒരാളോട് ഉള്ളപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വ്യക്തിക്കും ഞാൻ കൂടെ നിൽക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരാളെ കണ്ടുമുട്ടിയ കല്യാണം കഴിക്കണം. ഇതുവരെ ഒരാളെ കണ്ടുമുട്ടുന്നില്ല. ഇല്ല, അതാണ് പ്രശ്നം. അപ്പൊ ഏതൊരു ബ്രേക്കപ്പ് സ്റ്റോറി വന്നിട്ടില്ലേ ചേച്ചിക്ക്? ബ്രേക്കപ്പ് സ്റ്റോറി ഒന്നല്ല മോളെ, ഒരുപാടുണ്ട്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ബ്രേക്കപ്പ് ഏതാ? ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രേക്കപ്പ് ഞാൻ പറയത്തില്ല. അതെന്താ? പറയത്തില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കി വൈറലാക്കണ്ട. ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്, കോളേജ് ടൈം തൊട്ട് ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താ അറിയില്ല, ബ്രേക്കപ്പ് ഒന്നല്ല, കുറെ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടോ വിഷമോ ഒന്നുമില്ല. അല്ല, ഇക്കാലത്ത് അതൊക്കെ ഭയങ്കര നോർമലായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ചേച്ചി നേരത്തെ പറഞ്ഞു കൂടെ പഠിച്ചവരൊക്കെ, കോളേജിൽ പഠിച്ചവരൊക്കെ കല്യാണം കഴിഞ്ഞ് കുടുംബിനിയായി വീട്ടിൽ ഇരുന്ന് വെറുതെ ഇരിക്കുന്നു എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആ സ്ഥാനത്ത് അവരെ വെച്ച് നോക്കുകയാണെങ്കിൽ ചേച്ചി ഇപ്പോൾ നാലാള് തിരിച്ചറിഞ്ഞ ഒരു ഫെയിം ഉണ്ട്, ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ ചേച്ചിക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്ക് ഈ ലെവലിൽ ഫീൽ ചെയ്യുന്ന ഭയങ്കര സന്തോഷം തോന്നുന്നു. എനിക്ക് അങ്ങനെ ഈ ഫെയിം കിട്ടാത്തവരോട് യാതൊരു ഇതും ഇല്ല. അതൊക്കെ അവരുടെ ചോയ്സ് ആണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏത് തീരുമാനം എടുക്കുന്നു, അത് ചോയ്സ് ആണ്. പക്ഷെ ഞാൻ വ്യത്യസ്തമായി ചിന്തിച്ചു, അതുകൊണ്ട് എനിക്കിതിലേക്ക് വരാൻ പറ്റി. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എൻ്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ റിബല്ലായിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ അന്നും ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാ, നമുക്കിപ്പം എല്ലാവരോടും പോയി പണി നോക്കാൻ പറയണം, നമ്മൾ സ്വന്തം കാര്യം ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. പക്ഷെ പുറത്തൊരു കാണുന്ന ഒരാൾക്ക് പാവം കുട്ടി എന്നുള്ളൊരു ലുക്ക്, അത് അങ്ങനെ തന്നെ എൻ്റെ ക്യാരക്ടർ വൈസ് അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് എൻ്റെ ആയിട്ടുള്ള കുറെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ട്. ഞാൻ അതാണല്ലോ ചെയ്യേണ്ടത് ആസ് എ പേഴ്സൺ. പിന്നെ ഇപ്പോൾ നിങ്ങൾ മറ്റേ അവസരങ്ങളുടെ കാര്യങ്ങളും ഒക്കെ ചോദിച്ചില്ലേ, എനിക്ക് പറഞ്ഞത് നമ്മൾ ഒരു മൈരന്മാരും പറയുന്നത് കേൾക്കാൻ പാടില്ല. എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് നമ്മുടെ തീരുമാനങ്ങളുണ്ട്. നമ്മുടെ തീരുമാനങ്ങളോട് നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ നമ്മൾ ഒരിക്കലും ലോകം അറിയും. അതാണ് എനിക്ക് പറയേണ്ടത്. ഇന്നത് തെളിയിച്ച് നിൽക്കുകയാണ്. ഞാൻ തെളിയിച്ചിട്ടില്ല, എനിക്ക് ഒരുപാട് ഇനി തെളിയിക്കാൻ, ഒരുപാട് മുന്നോട്ടേക്ക് പോകാനുണ്ട്. എനിക്കൊരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എൻ്റെ റീച്ച് ആക്കി എടുക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അതിനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സിനിമ എന്ന് പറയുന്നത് അത് കിട്ടി എന്നല്ല, എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ കുറെ സ്വപ്നം കണ്ടു ഇടയ്ക്ക്. ഈ സിനിമ ഞാൻ ഇത്രയും നാൾ സ്വപ്നം കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല, തുറന്നു പറയാം. ഞാൻ മോഡലിംഗ് ചെയ്ത സമയത്ത് ഞാൻ എന്തുകൊണ്ട് സിനിമ റൂട്ടിലേക്ക് പണ്ടേ ചിന്തിച്ചില്ല എന്ന് വെച്ചാൽ, എൻ്റെ അന്നത്തെ ചിന്താഗതിയിൽ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്, അഭിനയിക്കാൻ പ്രയാസം, എത്തിപ്പെടാൻ പ്രയാസമുള്ള ഒരു മേഖലയെന്ന് ചിന്തിച്ചിരുന്നു. പിന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്.
ആ സ്വപ്നം ഇങ്ങനെ പെട്ടെന്ന് ഉള്ളിലോട്ട് കയറി വരുന്നത്. അതുകൊണ്ടാണ് സിനിമയിൽ അഭിനയിക്കണം എന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതുകൊണ്ട് കിട്ടിയ കുഞ്ഞു കുഞ്ഞു ക്യാമിയോ റോൾസ് ആണെങ്കിലും 1-2 വർത്തി ക്യാരക്ടർ റോൾ ചെയ്തു, അതാണെങ്കിലും ഇതെല്ലാം ചെയ്തത് ആ പെട്ടെന്ന് ആ സാധനം എൻ്റെ മനസ്സിലേക്ക്, നമ്മുടെ ഉള്ളിൽ ഒരു തോന്നൽ വരില്ലേ, ആ തോന്നൽ നടന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ പുറകെ. ഒരു നാഷണൽ അവാർഡാണ് എൻ്റെ സ്വപ്നം നടന്നിരിക്കും. ഈ സിനിമയിലൂടെ അതെന്തായാലും നേടാൻ പറ്റും എന്ന് ഉറപ്പുണ്ടോ? സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ പിന്നെ അവാർഡ് കിട്ടില്ലല്ലോ. അതില്ല. അതായത് ഞാനൊരു +2 പഠിച്ചപ്പോൾ എനിക്കറിയാതെ ഞാൻ മോഡലാവുന്നു. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എനിക്കറിയായിരുന്നു ഞാൻ എന്ത് പഠിക്കാൻ പോലും ഞാൻ മോഡലാവുന്നു. അപ്പം അതെന്റെ ഉൾവിളിയായിരുന്നു, നമുക്ക് ഉള്ളിൽ തോന്നുമല്ലോ. അപ്പൊ കുറച്ച് കഴിഞ്ഞൊരു 4 വർഷമായിട്ട് എൻ്റെ ഉള്ളിൽ ഇത് തോന്നുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നടന്നിരിക്കും. ഇന്റർനാഷണൽ സെലിബ്രിറ്റി എന്നുള്ളത് നടന്നിരിക്കും. ആ ഒരു കോൺഫിഡൻസ് ആണ് ശരിക്കും ചേച്ചിയുടെ വിജയം. 10 വർഷം കഴിഞ്ഞായിരിക്കാം ചിലപ്പം ആ ഒരു ഇന്റർനാഷണൽ ലെവലിൽ എത്തുക, നമുക്കറിയില്ല. എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ടല്ലോ ദാസ, അതേപോലെ സമയമുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഇതിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണം, അതേ ഉള്ളൂ. അപ്പൊ ശരിക്കും ചേച്ചിയുടെ കോൺഫിഡൻസ് തന്നെയാണ് ചേച്ചി അതുവരെ എത്തിക്കും എന്ന് ഉറപ്പുള്ള ഒരു കാര്യവും. കോൺഫിഡൻസ്, അതെ കോൺഫിഡൻസ്. നമുക്ക് ആകെ ഉള്ളൊരു ആയുധം കോൺഫിഡൻസ് ആണ്. അത്രമാത്രേ ഉള്ളൂ. ഇത്രയും നേരം സംസാരിച്ചപ്പോഴും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇട്ട് തന്നിട്ടും ഒരു നല്ല പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും എടുത്ത് അതിന് അതേപോലെ റിപ്ലൈ തന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ഫീൽ ചെയ്തു ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ശരിക്കും. അപ്പൊ ഇതെന്താ സംഭവം എന്നറിയാവോ? എനിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ല ജീവിതത്തിൽ. എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ എൻ്റെ ഫേസിലെ എക്സ്പ്രഷൻ കാണാൻ പറ്റും. എന്താ എക്സ്പ്രഷൻ ഫേസിൽ വരും, ഞാൻ അങ്ങനെ തന്നെ ആണ്. പിന്നെ ചില കാര്യങ്ങളിൽ മാത്രമേ അഭിനയിക്കാറുള്ളൂ, എല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ്. അല്ല, ഇങ്ങനെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ മാത്രമേ കള്ളത്തരം കാണിച്ച് അഭിനയിക്കാനുള്ളൂ. അല്ലാതെ പൊതുവെ എനിക്ക് ഒരു ദേഷ്യപ്പെടുന്ന പോലെ അഭിനയിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയിലാണെങ്കിലും അഭിനയിക്കാൻ പറ്റും, ആക്ഷൻ പറയും. അതല്ലാതെ എനിക്ക് ഇങ്ങനെ വന്നിരുന്നു എനിക്ക് ചമ്മല, എനിക്കത് കിട്ടത്തില്ല. അല്ല, ഒരു സീരിയലൊക്കെ അഭിനയിക്കാൻ പറഞ്ഞാൽ കിട്ടും, അത് സ്ക്രിപ്റ്റ് ആണല്ലോ. അല്ലാതെ എനിക്ക് പറ്റത്തില്ല. എന്ത് ചോദിച്ചാലും ചിരിച്ചിന്റെ റിപ്ലൈ തരുന്നത് ഭയങ്കര പോസിറ്റിവിറ്റി ഫീലാണ്. അതുപോലെ ആദ്യമേ പറയണം എന്ന് വിചാരിച്ചൊരു കാര്യം, അതെ ചിരിച്ചിരിക്കണം. ആദ്യമേ പറയണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ് നുണക്കുഴി വിത്ത് ചേച്ചിയുടെ ചിരിയാണ് മെയിൻ. ആണോ? അതെ, നല്ല ചിരിയല്ലേ? അത് നല്ല ഇഷ്ടമാ. ചെറുപ്പത്തിലെ മാലാക തൊട്ടതാ. അത് ഇപ്പുറത്തെ സൈഡിൽ മാലാക തൊടാൻ മറന്നുപോയോ? അത് എന്താന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പത്തിലെ ഈ നുണക്കുഴി ഉള്ളപ്പോൾ ഞാൻ ഭയങ്കര കരയുമായിരുന്നു വീട്ടില്. കാരണം വീട്ടിൽ വേറെ ആർക്കും ഈ സാധനം ഇല്ല. ഇന്നത്തെ കാലത്ത് പിന്നെ പിള്ളേർക്കൊക്കെ ഈ നുണക്കുഴി ഉണ്ട്. പക്ഷെ എന്റെ ചെറുപ്പത്തിൽ ഈ നുണക്കുഴി ഉള്ളൊരു കുറവാണ്. എന്റെ ക്ലാസ്സിലൊന്നും എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഈ നുണക്കുഴി. അപ്പൊ ഞാൻ കരയുമായിരുന്നു, എനിക്ക് മാത്രം ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞത് മാലാക മോളെ തൊട്ടതാ എന്ന് പറഞ്ഞു തന്നു. മാലാക ഒരു സൈഡിൽ മാത്രമേ തൊട്ടുള്ളൂ, മറ്റേ സൈഡിൽ തൊടാൻ മറന്നുപോയി. മാലാക ഒരു സൈഡിൽ തൊട്ടുള്ളൂ, അല്ല ഈ സൈഡിലും ഉണ്ട്, ചെറുതായിട്ട് തൊട്ടിട്ട് പോയി. ഈ സൈഡിൽ നന്നായിട്ട് തൊട്ടു. ചിരി മാത്രമല്ല, മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ആർക്കാരും കണ്ട ഒരു ക്രഷ് തോന്നും, സ്വാഭാവികം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ ഇന്റർനാഷണൽ സെലിബ്രിറ്റി ആവണം എന്നാണ് ആഗ്രഹം. അതുപോലെ തന്നെ ആവട്ടെ, സിനിമയിൽ ഒരുപാട് ചാൻസ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്റർനാഷണൽ സെലിബ്രിറ്റി ആയിട്ട് നമുക്ക് ഇനിയും കാണണം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ കാണാൻ ഭംഗിയുണ്ട് എന്നുള്ളതുണ്ടല്ലോ, എന്റെ കോളേജിൽ പഠിച്ചപ്പോൾ ഒരു മൈരം പോലും പറഞ്ഞിട്ടില്ല എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ. പറഞ്ഞിട്ടുള്ളവര് ചുമ്മാ വളയ്ക്കാൻ വേണ്ടി, പഞ്ചാര അടിക്കാൻ വേണ്ടി, ജൂനിയേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ അവര് വേറെ കുറെ പെൺപിള്ളേരുടെ പുറകെ പോയി ഒലിപ്പിച്ചിട്ടുണ്ട്. ഇന്നവരെല്ലാം എന്നെ വിളിക്കാറുണ്ട്. അതാണ് റിവഞ്ച്. ഇന്നവരെല്ലാം എന്നെ വിളിക്കാറുണ്ട്. അതാണ് റിവഞ്ച്. കാരണം അവര് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതെ, അന്ന് കൂടെ പഠിച്ച ആൾ ഇത്രയും സുന്ദരിയാവുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതെ, പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് നേഹ റോസ് ഇപ്പോൾ സഞ്ചരിക്കാറുള്ളത്. ഇപ്പോ നേഹ റോസ് ഒരു ഇന്റർനാഷണൽ സെലിബ്രിറ്റി ആയിട്ട് ഇനി കേൾക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ സംഭവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പായിട്ട് നടക്കും. ഒരു ഇന്റർനാഷണൽ ഹസ്ബൻഡിനെ കൂടെ കിട്ടണം. അതുപോലെ ഇന്റർനാഷണൽ സെലിബ്രിറ്റി അവിടെ, അതുപോലെ ഇന്റർനാഷണൽ ഹസ്ബൻഡിനെയും കൂടെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, എന്നിട്ട് ഇന്റർനാഷണൽ ഹസ്ബൻഡിനെ ഒക്കെ കൊണ്ട്, ഇന്റർനാഷണൽ കുട്ടിയൊക്കെ കൊണ്ട് എല്ലാം ഇന്റർനാഷണൽ ലെവലാ. അപ്പൊ മൊത്തത്തിൽ ഒരു ഇന്റർനാഷണൽ ലൈഫായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്.